نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവന്റെ റഹ്മത്തും ഫദലുമെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ഇബ്നു സലീം അവർ ഏകദേശം ഒരാഴ്ചയോളമായി രോഗിയായി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു അദ്ദേഹത്തിന് എത്രയും വേഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ വചനമാണ് ഓതി വെച്ചത്. പലപ്പോഴായി നാം കേട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം കൂടിയാണ് ഈ ഒരു ആയത്ത്. എന്നാൽ ജീവിതത്തിൽ എപ്പോഴും ധാരാളമായി ഓർക്കേണ്ടുന്ന വചനം കൂടിയാണ്. 2024 വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഇന്ന് ഉള്ളത്. ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് നാടുനീളെ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് ഒരുപാട് പാഠങ്ങൾ ഓരോ നിമിഷം കഴിഞ്ഞു പോകുമ്പോഴുമുണ്ട്. ആയുസ്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചുമുണ്ട്.
അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് നിശ്ചയിച്ച ആയുസ് എത്രയാണോ അതിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞുവെന്നാണല്ലോ ഒരു കലണ്ടർ മാറ്റിവെക്കുമ്പോൾ നമ്മെ അത് ബോധ്യപ്പെടുത്തുന്നത്. 2024 കഴിഞ്ഞ് 2025 കടക്കുമ്പോൾ അത് കേവലം ഒരു ആഘോഷമല്ല, അതിനപ്പുറത്തെ ചിന്തകൾ അനിവാര്യമായി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആയുസ്സിൽ നിന്നൊരു കൊല്ലം കൂടി കഴിഞ്ഞു, മരണവുമായി ഒരു വർഷം കൂടി നമ്മൾ അടുത്തു. നമ്മുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള ലോകത്തേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർമ്മങ്ങൾ ചെയ്യാനുള്ള ലോകത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണല്ലോ യഥാർത്ഥത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദുനിയാവ് നമ്മിൽ നിന്ന് അങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറമാവട്ടെ മുഖബില അത് നമ്മിലേക്ക് മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഒലികുല്ലിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിലുമുണ്ട് ചില സന്താനങ്ങൾ, ആഖിറത്തിലുമുണ്ട് ചില സന്താനങ്ങൾ. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങളൊക്കെ ആഖിറത്തിന്റെ മക്കളാവണം, ദുനിയാവിന്റെ മക്കളാവരുത് എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകുന്ന വല്ലാത്തൊരു ഉപദേശം. ദുനിയാവിലും മക്കളുണ്ട്, ആഖിറത്തിലും മക്കളുണ്ട്. ദുനിയാവിന്റെ മക്കൾ ദുനിയാവിന്റെ പിന്നാലെ കൂടി അതുമാത്രം മുഖ്യമായ ചിന്തയായി മാറി എല്ലാം ആ നിലക്ക് മാത്രം ചിന്തിക്കുന്നവർ, അവരെയാണ് അദ്ദേഹം അബ്നാഉദ് ദുനിയ എന്ന് വിശേഷിപ്പിച്ചത്. പലരും മുഖ്യമായ ലക്ഷ്യമായി മാറുകയും സ്വർഗം കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ലഭിക്കുന്ന മുഴുവൻ അവസരങ്ങളെയും അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരെയാണ് അബ്നാഉൽ ആഖിറ, ആഖിറത്തിന്റെ മക്കളെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണെങ്കിലും മരണമെന്നത് സത്യമാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ആ മരണത്തിലേക്ക് അടുക്കുകയാണ്. മാസങ്ങൾ പിന്നിടുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ 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 അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നർത്ഥം. അവിടെ ചില കാര്യങ്ങൾ അനിവാര്യമായും മരണവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിൽ ബോധ്യപ്പെടുത്തേണ്ടുന്ന സംശയമുള്ളതല്ല. എന്നാലും ജീവിതത്തിൽ ഇതൊന്നും വിശ്വാസമില്ലാത്ത പോലെയാണ് പലപ്പോഴും നമ്മുടെ ഇടപാടുകൾ ഉണ്ടാവാറുള്ളത്. അത്തരം ചില കാര്യങ്ങൾ നാം നമ്മെ ഒന്നുകൂടെ മനസ്സിനെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ. ഒന്നാമതായി, എല്ലാവരും മരിക്കുമെന്ന ഒരു യാഥാർത്ഥ്യം നമുക്കറിയാം. ആർക്കും തർക്കമില്ല. എത്ര വലിയവനും എത്ര ചെറിയവരും ആണും പെണ്ണും എല്ലാവരും മരിക്കുമെന്നറിയാം. ലോകത്തിന് പക്ഷെ തർക്കമില്ലാത്ത ഒറ്റ വിഷയമായിരിക്കാം അത്. പക്ഷെ എന്നാലും ആ ഒരു ബോധ്യം മനസ്സിൽ ഉള്ള മട്ടിലല്ല പലപ്പോഴും നമ്മുടെ ജീവിതം. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. അത് സംഭവിക്കാതിരിക്കുക, എല്ലാവരും മരിക്കും, എത്ര വലിയവരും മരിക്കാതിരിക്കും. രാജ്യം ഭരിച്ച ഭരണാധികാരികളായ ആളുകൾ വരെ മരണപ്പെടുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നു. എല്ലാ രംഗത്തും അറിയപ്പെട്ടവർ, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നവർ, അവരും മരിക്കുന്ന വാർത്തകൾ ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മൾ വായിച്ചു. ഒന്നിലേറെ അത്തരം മരണങ്ങൾ. ഒന്നുമല്ലാത്തവരും മരിക്കുന്നു. ആർക്കും അറിയാത്ത, ആരെയും അറിയാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത, ഒന്നുമില്ലാത്തവരായി ജീവിച്ചു പോകുന്ന മനുഷ്യന്മാർ അവരും മരിക്കുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്, എല്ലാവരും മരിക്കും, അത് ഞാനും ഉൾപ്പെടുമെന്ന ആ ഒരു ബോധ്യം, അതാണ് ഒന്നാമതായി ഉണ്ടാവേണ്ടത്. രണ്ടാമതായി, ഈ മരണം എന്നത് കവാടമാണ്, ഒരു വാതിലാണ്. മരണം അവസാനമല്ല, മരണം അവസാനമല്ല, മരണം മറ്റു ലോകത്തേക്കുള്ള പ്രവേശന കവാടമാണ്. അബുൽ അത്താഹിയ എന്ന് പറയുന്ന സാഹിത്യകാരൻ, കവി, അദ്ദേഹം പാടിയ വരികൾ കാണാം. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു എന്നാണ്. അൽ മൗതു ബാബുൻ, മരണം എന്നത് ഒരു ബാബാണ്, ഒരു കവാടമാണ്, വാതിലാണ്. വകുല്ലു നാസി ദാഖിലുഹു, എല്ലാ മനുഷ്യരും ആ വാതിൽ കടക്കുക തന്നെ ചെയ്യും. ആരും കടക്കാതിരിക്കുക, ഞാനില്ല എന്ന് പറയാൻ കഴിയില്ല.
എത്ര വലിയവനും അതിനു മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ വിധേയമായി കിടക്കയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രവേശന കവാടമാണ് മരണം. അതുകൊണ്ട് അദ്ദേഹം ശേഷം പറഞ്ഞു, ആ കവാടം കടന്നാൽ പിന്നെ ഏതു ഭവനത്തിലേക്കാണ് പോകാനുള്ളത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഈ കവാടം കടക്കും, പക്ഷെ കടന്നാൽ പിന്നെന്ത്? ഏതു വാതിൽ കടന്നാലും അതിനപ്പുറത്ത് വല്ലതും ഉണ്ടാകുമല്ലോ. എങ്കിൽ മരണമാകുന്ന ഒരു വാതിലാണ്. ആ വാതിൽ കടന്നു കഴിഞ്ഞാൽ എന്താ അതിനപ്പുറത്ത്? എനിക്ക് ഏതിലേക്കാണ് ചെല്ലാണോ എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ അവിടെ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിഹാ. ഈ അമൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ശാശ്വതമായ സ്വർഗലോകമാണ് നിനക്കുള്ളത്. അതല്ല അതിൽ വീഴ്ച വരുത്തിയാലോ അത് വീഴ്ച വരുത്തിയെങ്കിൽ നരകവുമാണ്. മരണമെന്ന കവാടം കടന്നാൽ, ആ വാതിൽ കടന്നാൽ രണ്ടു വഴിയിലേക്ക് എത്തുക. ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. യാഥാർത്ഥ്യമാണ്. ആ കവാടം നമ്മളൊക്കെ കടക്കും, സംശയമില്ല. അത് രണ്ടാമത്തെ പോയി. ഒന്ന്, എല്ലാവരും മരിക്കും. രണ്ട്, മരണം എന്നൊരു വാതിലാണ്, കവാടമാണ്. ആ കവാടം കടന്നാൽ രണ്ടു വഴിയാണ് അതിനപ്പുറത്തുണ്ടാവുക. ഒന്ന് സ്വർഗത്തിലേക്കുള്ള വഴി, മറ്റു നരകത്തിലേക്കുള്ള വഴി. ആ രണ്ടാമതൊരു വഴിക്ക് പോയേ പറ്റൂ ആ കവാടം കടന്നാൽ. മൂന്നാമത്, എവിടെയാണെങ്കിലും മരണം പിടികൂടുന്നു. എവിടെയാണെങ്കിലും മരണത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരിടമില്ല. ആകാശത്തോ ഭൂമിയിലോ കോട്ടക്കുത്തലങ്ങളിലോ എത്ര വലിയ എല്ലാ സുരക്ഷിതവുമുള്ള സംവിധാനങ്ങൾക്കുള്ളിലോ എവിടെയാണെങ്കിലും ശരി, മരണം ബാധിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്തുൽ നിസായിൽ അല്ലാഹു പരിചയപ്പെടുത്തി, നിങ്ങൾ എവിടെയാണെങ്കിലും ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കപ്പെട്ട വലിയ കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. ആർക്കും കയറാൻ അനുവാദമില്ലാത്ത ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള എത്ര വലിയ സംവിധാനങ്ങൾക്കുള്ളിലാണെങ്കിലും ശരി, കയറണമെങ്കിൽ പെർമിഷൻ വേണം. പക്ഷേ മരണത്തിന് കയറി വരാൻ പെർമിഷൻ ആവശ്യമില്ല. ഫോൺ ചെയ്യണമെങ്കിൽ ആദ്യം അയാൾ അസിസ്റ്റന്റ് എടുത്തിട്ട് കൊടുക്കാൻ പറ്റിയ ഫോണാണെങ്കിൽ കൊടുക്കൂ. പക്ഷേ മരണത്തിന് കടന്നു വരാൻ ഒരു അനുവാദവും ആവശ്യമില്ല. അതെവിടെയാണെങ്കിലും ശരി നമ്മെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. നാലാമത്തെ പോയിന്റ്, ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു തീർത്തു പറഞ്ഞ കാര്യമാണ്. ഓടി രക്ഷപ്പെടാൻ, മരണത്തിനെ പേടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റാവുന്ന ഒരിടമില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, ഏത് മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് ഗൈബും ഷഹാദയും അറിയുന്ന, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. യാഥാർത്ഥ്യമാണ്. രക്ഷപ്പെടാനുള്ള വഴി എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയാലും ഏത് ചികിത്സ തേടിയാലും മരണത്തിന് ചികിത്സയില്ല. മരിക്കാതിരിക്കാൻ ചികിത്സയില്ല. രോഗത്തിന് ചികിത്സയുണ്ടാകാം, രോഗം ഭേദമാവാതിരിക്കാം. പക്ഷെ ചികിത്സകൾ മരണത്തിൽ രക്ഷപ്പെടാനല്ല. മരണം നമ്മൾ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് നടക്കുക തന്നെ ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ്, അല്ലാഹു തആല നമ്മുടെ മരണം എപ്പോഴാണ് നിശ്ചയിച്ചത് അതിന് ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയുമില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അത് സംഭവിക്കും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രത്യേകമായി പറഞ്ഞു, അവൻ ഒരിക്കലും മടക്കപ്പെടുക ഇല്ല. അല്പമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കപ്പെട്ട പ്രശ്നമില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശരീരത്തെയും ഒരു ആത്മാവിനെയും പിന്നെ പിന്തിപ്പിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും അധികമായി ജീവിക്കാൻ, ഒരു സെക്കൻഡിനും നേരത്തെ മരിക്കേണ്ട സാഹചര്യം രണ്ടും ഉണ്ടാവുകയില്ല. എപ്പോഴാണ് നിശ്ചയിക്കപ്പെട്ടത് അവിടെ വെച്ച് സംഭവിക്കും. ആറാമതായി, എവിടെ വെച്ചാണോ നിശ്ചയിച്ചത് അവിടെ വെച്ച് സംഭവിക്കും. അപ്പുറത്തേക്ക് മാറാൻ കഴിയില്ല. മരിക്കാൻ സമയത്ത് വീട്ടിൽ പോയി മക്കളെ കൂടെ ഒന്നിച്ചുകൂടി അവിടെ അങ്ങ് മരിക്കാം, ഇല്ല, കഴിയണമെന്നില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഓരോ ശരീരവും എവിടെ വെച്ച് മരിക്കുമെന്ന് അവർക്കറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളി തമൂത്.
എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് എന്റെ മരണം എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് യാതൊരു ധാരണ നമുക്കില്ല. ഒരുപക്ഷെ ഈ സംസാരത്തിനിടയിൽ മരിച്ചു വീണേക്കാം, ഈ കേൾക്കുന്നതിനിടയിൽ മരണം സംഭവിച്ചേക്കാം, നടക്കുന്നതിനിടയിൽ, ഡ്രൈവിംഗിനിടയിൽ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, അതേപോലെ വ്യത്യസ്തമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരണം പിടികൂടിയേക്കാം. എവിടെ വെച്ച് മരിക്കുമെന്ന്, എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഏഴാമത്തെ പോയിന്റ്, പരലോകത്തെ മറക്കുന്ന, നരകത്തെ മറക്കുന്ന, സ്വർഗത്തെ മറക്കുന്ന, ദുനിയാവാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല വാണിംഗ് മരണം തന്നെയാണ്. ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തൽ മരണമാണ്. അയൽവാസികൾ മരിക്കുന്നു, കുടുംബങ്ങൾ മരിക്കുന്നു, സ്വന്തം വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നു പലരും. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ മരണപ്പെടുന്നു, കൂടെ പഠിച്ചവർ മരണപ്പെടുന്നു, നമ്മളുമായി ഒരുപാട് വർഷങ്ങൾ അടുത്തിടപഴകിയവർ മരിച്ചു പോകുന്നു, ചെറിയ മക്കൾ പോലും മരിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചുറ്റുഭാഗത്ത് നടക്കുന്ന താക്കീതുകൾ, ആ താക്കീതുകളുടെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് നബിതങ്ങൾ ധാരാളം ഉപദേശങ്ങൾ നൽകി. ഉപദേശം കാണാം, നീ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കണമെന്നാണ്. നബി പൊതുവായി പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. എല്ലാ സുഖങ്ങളെയും തകർക്കുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എപ്പോഴും ഓർക്കുക. മരിക്കണമെന്ന ചിന്ത, മരിക്കുമെന്ന ഓർമ്മ, ആ ബോധം അത് വർദ്ധിപ്പിക്കാൻ നബി തങ്ങൾ പറയുന്നു. ഒരു സ്വഹാബി വന്ന് നബിയോട് ചോദിക്കുന്നു, അയ്യുൽ മുഅ്മിനീന അഖിയസ്, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? വിശ്വാസികളുടെ കൂട്ടത്തിന് വലിയ ബുദ്ധിമാൻ ആരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ നൽകിയ മറുപടി കാണാം, അക്സറുഹും ലിൽ മൗതി ദിക്റാ. അക്സറുഹും ലിൽ മൗതി ദിക്റാ. ആരാണോ മരണത്തെ ഏറ്റവും അധികം ഓർക്കുന്നത് അവരാണ് ബുദ്ധിമാന്മാർ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. അതിനുശേഷമുള്ളതിന് ഏറ്റവും നന്നായി ഒരുങ്ങുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. ഉലൈകൽ അഖിയാസ്. നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ. അവരാണ് ബുദ്ധിമാന്മാർ. വലിയ സമ്പാദ്യം ഉണ്ടാക്കിയാൽ ഓമല്ല ബുദ്ധിമാനായിരുന്നില്ല, ഒന്നല്ല, ഭയങ്കര ബുദ്ധിയാണ്, ഏത് രംഗത്തും നല്ല കയറ്റമാണ്, അതുകൊണ്ട് മാത്രം ബുദ്ധിമാനാവില്ല. മരിക്കണമെന്ന ബോധമുണ്ടാവുകയും ഓർമ്മയുണ്ടാവുകയും മരണശേഷമുള്ളതിനു വേണ്ടി നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവനാരോ ഉലൈകൽ അഖിയാസ്, അവരാണ് കയ്യിസ്, ബുദ്ധിമാന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങൾ, ആ ഒരു ഓർമ്മയാണ് എപ്പോഴും വേണ്ടത്. നബിയുടെ മുമ്പിൽ വന്ന് ഉപദേശം ചോദിക്കുന്ന പലരോടും നബി തങ്ങൾ നൽകുന്ന ഉപദേശം മരണവുമായി ബന്ധപ്പെട്ടതായി. ഒരു സ്വഹാബി വന്ന് നബിയോട് പറയുന്നുണ്ട്, നബി എനിക്കൊരു വസിയ്യത്ത്, ഒരു ഉപദേശം തരണം നബിയെ. നബി തങ്ങൾ നൽകിയ ഉപദേശം കാണാം, ഇദാ ഖുംത ഫീ സ്വലാത്തിക ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ നിസ്കരിക്കാൻ നിന്നാൽ, ഇദാ ഖുംത ഫീ സ്വലാത്തിക, നീ നിസ്കരിക്കാൻ നിന്നാൽ ഫസല്ലി സ്വലാത്ത മുവദ്ദിഇൻ, യാത്ര ചോദിച്ചു പോകുന്ന ഒരാൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക. ദുനിയാവിൽ പോവുകയാണ്, ഇത് അവസാനത്തെ നിസ്കാരമാണ്, അടുത്ത വക്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് അറിയുമെങ്കിൽ നമ്മുടെ നിസ്കാരം എത്ര ഭക്തിയോടെ ആയിരിക്കും. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല, ഇതിന്റെ അവസാനത്തെ ജുമുഅയാണ് എന്ന് എനിക്കറിയുമെങ്കിൽ, നമുക്കാർക്കും അറിയുമെങ്കിൽ, ഇന്നത്തെ ജുമുഅ നമുക്ക് വല്ലാത്ത ഭക്തി ഉണ്ടാവും. ഇന്നത്തെ ഖുത്ബയിൽ അതിന്റെ ഒരു സ്വാധീനം കാണും. ഇന്നത്തെ നിസ്കാരത്തിൽ നമുക്കെല്ലാം സ്വാധീനം ഉണ്ടാകും. അതാണ് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തത്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, യാത്ര പറയുന്ന ഒരാൾ നിസ്കരിക്കും പോലെ നീ നിസ്കരിക്കുക. യാത്ര പറഞ്ഞു പോവുകയാണ്, യാത്രയാണ്, ഇനിയില്ല, കഴിഞ്ഞു, ഇത് അവസാനത്തെ വക്താണ്, ഇനി ഞാൻ ഈ പള്ളിയിലേക്ക് ഉണ്ടാവില്ല, ഇനി ഞാൻ ഇവിടെ വരില്ല, ഇനി ഞാൻ നിസ്കരിക്കാൻ ഉണ്ടാവില്ല, എന്റെ അവസാനത്തെ സുജൂദാണ്, എന്റെ അവസാനത്തെ റുക്ഉആണ്, എന്റെ അവസാനത്തെ ജുമുഅയാണ്, എന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ഓർമ്മയോടെ നീ നിസ്കരിക്കുക. നിസ്കരിക്കാൻ നിന്നാൽ ഈ മാനസികാവസ്ഥയാണ് എനിക്ക് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ കഴിയും. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു, ഇതേ ബോധം തന്നെയാണ്. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകളെ സന്ദർശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക. എന്തിന്? ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകമെന്ന ഓർമ്മയുണ്ടാക്കി തരുന്നു. അതിനാ ഖബർ സിയാറത്ത് പോകുന്നത്. അല്ലാതെ കളഞ്ഞു പോയ വസ്തു കിട്ടാനും, കടം വീടാനും, രോഗം സുഖപ്പെടാനും, വിസ കിട്ടാനും, ജോലി ശരിയാകാനും ഒന്നുമല്ല ഖബറിനെ പോണത്.
പരലോകമെന്ന ബോധമുണ്ടാവാൻ, മരിക്കുമെന്ന ചിന്തയുണ്ടാവാൻ നിങ്ങൾ ഖബർ സന്ദർശിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, ഖബറിനെ പറ്റി പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനം ഖബറാണ്. ആ ഒന്നാമത്തെ ഭവനത്തിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതെല്ലാം എളുപ്പമാണ്. ഖബറാകുന്ന ഒന്നാമത്തെ ഭവനം അവിടെ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അതിൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ ശേഷമുള്ളതെല്ലാം കൂടുതൽ പ്രയാസകരവുമാണ്. ഖബറാകുന്ന ഒന്നാമത്തെ ഭവനത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയെല്ലാം കൂടുതൽ പ്രയാസകരമായിരിക്കും. ഖബർ രക്ഷപ്പെട്ടാലോ ബാക്കിയെല്ലാം എളുപ്പമാണ്. ശേഷം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഏതൊരു കാഴ്ച കണ്ടാലും, എന്തെല്ലാം കാഴ്ചകൾ കണ്ടാലും ശരി, അതിനേക്കാളെല്ലാം പ്രയാസമായ കാഴ്ച ഖബർ തന്നെയാകുന്നു. ഖബർ പോലെ പ്രയാസകരമായ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി തങ്ങൾ പറയുന്നത് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു വർഷം മാറുമ്പോ ആടാനും പാടാനും അല്ല നമ്മൾ പഠിക്കേണ്ടത്. ന്യൂ ഇയർ ആഘോഷിക്കാനല്ല പഠിക്കേണ്ടത്, അതിന് ആശംസ അർപ്പിക്കാനല്ല, അന്ന് കള്ളു കുടിച്ച് അതേപോലെ ലഹരി ഉപയോഗിച്ച് ചാടിക്കളിക്കാനല്ല, അതല്ല വേണ്ടത്. ഈ മരണത്തിലേക്ക് ഇതാ അടുക്കുകയാണ്. ഈ മരണത്തിലേക്ക് അടുക്കുകയാണ്. നിശ്ചയിക്കപ്പെട്ട പ്രായം എത്രയാണോ അതിൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു. ഇനി എനിക്കിതാ ഇത്രയേ ബാക്കിയുള്ളൂ. കഴിഞ്ഞു 45 വയസ്സ് പൂർത്തിയായി, എനിക്ക് 46-ൽ മരിക്കണമെന്ന റബ്ബ് തീരുമാനിച്ചതെങ്കിലില്ല, ഈ കൊല്ലം കൂടി കഴിഞ്ഞു, ഇനി ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കേണ്ടത്. ഓരോരുത്തരും ആലോചിക്കണം അങ്ങനെയാണ്. ആ ഒരു ബോധമാണ് സഹോദരങ്ങളെ കലണ്ടർ മാറ്റിവെക്കുമ്പോ, കൊല്ലം മാറുമ്പോ നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. അതിന് പറ്റാവുന്ന, ആ ബോധമുണ്ടാകാൻ പര്യാപ്തമാകുന്ന എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക എന്ന് തന്നെയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ഒരു പുതിയ കൊല്ലത്തേക്ക് കടക്കുമ്പോൾ ബുദ്ധിമാനായി കടക്കാൻ പറ്റും. നമുക്ക് 25ലേക്ക് പ്രവേശിക്കുമ്പോ ബുദ്ധിമാന്മാരെ കൂട്ടത്തിൽ ഞാനുണ്ട്. കഴിഞ്ഞ വർഷം ഏതായാലും പാഴായി പോയി, ഇനി അങ്ങനെ ആയിക്കൂടാ. ഞാനും നബി തങ്ങൾ പറഞ്ഞ അൽ ഖയ്യിസ് അഖിയാസ് എന്ന് പറഞ്ഞ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം എന്ന തിരിച്ചറിവാണ്, അതിനുള്ള തീരുമാനമാണ് സഹോദരങ്ങളെ നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട്. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് എന്നൊന്നും ഒരാൾക്കും അറിയുകയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആ മരണസ്മരണ വർദ്ധിക്കാൻ ആവശ്യമായ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതിൽ ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഖബർ സിയാറത്ത്. ഖബറുകൾ പോയി കാണുക. അത് ഇന്നാളുടെ ഖബർ എന്നില്ല, ഏത് ഖബറുമാകാം. ഖബർ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ഉൾവിളി വരും. അതിനാണ് ഖബർ സിയാറത്ത്. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകം എന്ന ഓർമ്മ ഉണ്ടാക്കി തരും. മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്നഹാ തുദക്കിറുകുൽ മൗത്ത്, അത് മരണം എന്ന ഓർമ്മ ഉണ്ടാക്കി തരുമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്നഹാ തുസ്ഹിദു ഫിദ് ദുനിയ, ദുനിയാവിനോട് താൽപര്യം കുറയാൻ അത് പര്യാപ്തമാണ്. തുരിഖുൽ ഖൽബ, ഹൃദയത്തിൽ കട്ടി കുറക്കാൻ, അഹങ്കാരമില്ലാതാവാൻ, പൊങ്ങച്ചമില്ലാതാവാൻ, അസൂയ ഇല്ലാതാവാൻ, പകയും വിദ്വേഷവും ഇല്ലാതാവാൻ ഒക്കെ ഖബർ പോയി കാണൽ പര്യാപ്തമാണ്. അതൊരു മുസ്ലിമിന്റെ ഖബർ പോലും ആകണമെന്നില്ല എന്നാണ് നബി തങ്ങളുടെ ചില ചെയ്തികൾ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ വിശദീകരിച്ചത്.
ആ ബോധം കിട്ടുന്ന ഏത് ഖബർ. നമ്മുടെ അടുത്ത സുഹൃത്ത് ഒരു അമുസ്ലിമായിരുന്നു, അവൻ മരിച്ചു, അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിന്നാൽ ഒരുപക്ഷെ ആ ബോധം കിട്ടുമെങ്കിൽ അതും അനുവദനീയമാണ് എന്ന് നബി തങ്ങൾ അങ്ങനെ മുസ്ലിം അല്ലാത്ത ആളുകളെ ഖബർ സന്ദർശിച്ച സംഭവങ്ങളെ തെളിവാക്കിക്കൊണ്ട് പണ്ഡിതൻ വിശദീകരിച്ചത് കാണാൻ കഴിയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ പോയി ദീർഘമായി നോക്കി നിൽക്കുമായിരുന്നുവെന്ന് ഇമാം ഖുർത്തുബി തന്റെ തദ്കിറ ബി അഹ്വാലിൽ മൗത വൽ ആഖിറ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അദ്ദേഹം ഖബർസ്ഥാനിൽ ചെന്നു എന്നിങ്ങനെ ഖബറുകളൊന്നാകെ നോക്കി അദ്ദേഹം അങ്ങ് നിൽക്കും, സ്വന്തത്തെ പറ്റി ആലോചിക്കും, ആത്മകലം ചെയ്യും. അലി ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും അവസ്ഥ ഇതാണല്ലോ എന്ന് സ്വന്തത്തോട് വിളിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോരുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുമായിരുന്നുവെന്നാണ്. സ്വർഗവും നരകവും പറയുമ്പോൾ ഇല്ലാത്തത്ര പ്രയാസം ഖബറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ചോദിക്കുന്ന അദ്ദേഹത്തിന് എന്താണ് ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ എത്രയധികം ബേജാറ് കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി നേരത്തെ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, ഖബറാണ് ഒന്നാമത്തെ ഭവനം. അതിന് രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. അവിടെ പ്രയാസമായാൽ ബാക്കിയെല്ലാം കൂടുതൽ പ്രയാസവുമാണ് എന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുമായി. ധാരാളം സഹാബിമാർ അങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച ആ ബോധം നിലർത്തിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം ചില ബോധങ്ങൾ സഹോദരങ്ങളെ നമുക്കും ആവശ്യമുണ്ട്. ഇന്നാണ് ഖബറിന് പോകാന്നുള്ളതല്ല, മരിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖബറിന് പോകണമെന്നില്ല, അത് എവിടുന്ന് പ്രാർത്ഥിച്ചാലും മതി. മരിച്ച ആൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അത് എവിടുന്നുമാകാം, എപ്പോഴുമാകാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും ഒരു വിഹിതം മരിച്ചവർക്ക് വേണ്ടി ഉണ്ടാവാം. നമ്മുടെ ഖുതുബയിൽ പോലും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. മരിച്ചവർക്കും ജീവിച്ചിരിപ്പവർക്കും നീ പുറത്തു കൊടുക്കണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു ഖുതുബയിൽ. അത് എവിടുന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിന് പോകണമെന്നില്ല. ഖബർ പോകണം നമുക്ക് വേണ്ടിയാണ്, എനിക്കും വേണമല്ലോ ഇതുപോലെ കിടക്കുക. അതുകൊണ്ടാണ് ചെല്ലുമ്പോൾ പ്രാർത്ഥന എന്താ? സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങളും നിങ്ങളെ കൂടെ വന്നു ചേരാനുള്ളവരാകുന്നു. നിങ്ങൾ നേരത്തെ പോയി, ഞങ്ങൾ പിറകെ വരാനുണ്ട്, നിങ്ങളോടൊപ്പം ചേരാനുള്ളവർ തന്നെയാണ് ഞങ്ങൾ. നമ്മെ ബോധ്യപ്പെടുത്താണ്, അവനവനെ ബോധ്യപ്പെടുത്താണ്. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോ നമ്മോടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇതാ പോകാനുണ്ട്, ഞാനും ഉണ്ട് പിറകെ എന്ന് പറയുമ്പോൾ ഒരുങ്ങിക്കോ എന്നൊരു ഉൾവിളി സ്വാഭാവികമായി ഉണ്ടാവേണ്ടതുണ്ട്. രോഗിയെ പോയി കാണാൻ പറഞ്ഞു, അതും അതിന്റെ ഭാഗം തന്നെയാണ്. റിയാദത്തുൽ മരീൽ രോഗിയെ കാണുക, എന്തിനാത്? തിരിച്ചറിവുണ്ടാവും. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ പെട്ടെന്ന് രോഗിയായി മാറുമ്പോൾ ആ രോഗിയെ ചെന്ന് കാണുമ്പോൾ ചില തിരിച്ചറിവുണ്ടാവും. മാറാ രോഗികളെ പോയി കാണുമ്പോൾ എണീക്കാൻ പോലും കഴിയാത്തവർ, ബാത്റൂമിൽ പോകാൻ കഴിയാത്തവർ, നിസ്കരിക്കാൻ പോലും പ്രയാസപ്പെടുന്നവർ, അവരെ കാണുമ്പോ ഇത്ര ഉള്ളു മനുഷ്യന്റെ അവസ്ഥ, ഏത് തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടാവും. മയ്യത്തിന്റെ കൂടെ പോകാൻ പറഞ്ഞു, എന്തിനാ? മയ്യത്ത് അനുഗമിക്കണം, ഇത്തിബാഉൽ ജനാസ, ജനാസയെ അനുഗമിക്കണം. എന്തിനാ ജനാസന്റെ പിന്നാലെ പോണത്? ചില തിരിച്ചറിവാണ്. തിരിച്ചറിവുകൾ ജനാസയുടെ പിന്നാലെ പോകുമ്പോ തിരിച്ചറിവുകൾ, ഇതാ ഇന്നലെ വരെ എന്നെ പോലെ നടന്ന മനുഷ്യൻ ഇന്നതാ ചുമന്നു കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ്. ഇതാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും ഗതി. എന്നെയും ഇതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഇതുപോലെ കൊണ്ടുപോയി ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മറമാടിപ്പോരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഓർമ്മപ്പെടുത്തലാണ്. ജനാസയുടെ പിന്നാലെ പോകുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് കണ്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മയ്യിത്തിനെ പേരിൽ ചിരിക്കയോ നിങ്ങൾ ധൈര്യം വന്നതാണ്. മയ്യിത്തിനെ കൂടെ പോകുമ്പോൾ ചിരിക്കയോ എങ്ങനെ എനിക്ക് സാധിക്കുന്നുവെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അതിശക്തമായ ഗൗരവമായ ഭാഷയിൽ ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഒക്കെ സഹോദരങ്ങളെ, നമ്മെ ബോധ്യപ്പെടുത്താനാണ്. എനിക്കുമുണ്ടൊരു യാത്ര. അതിന് പ്രായമൊന്നും വിഷയമല്ല, പ്രായം വിഷയമല്ല, രോഗം ആവശ്യമില്ല. നല്ല ആരോഗ്യമുള്ളവർ, നല്ല ചെറുപ്പക്കാർ എപ്പോഴും മരിക്കാം. രോഗമുണ്ടെങ്കിലും പക്ഷെ ദീർഘമായ കാലം അങ്ങനെ ആവുകയും ചെയ്തേക്കാം. അതാണ് കവി പറഞ്ഞത്, എത്ര ചെറുപ്പക്കാർ അവരൊക്കെ മരിച്ചു പോകുന്നു. എല്ലാ ദിവസവും നമ്മളങ്ങ് നേരം വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, നമുക്കറിയില്ല. അവന്റെ കഫൻ തുണികൾ ഇവിടെ നെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപക്ഷെ അവൻ അറിയുന്നില്ല. കഫൻ തുണി നമ്മുടേത് ഒരുക്കി വെച്ചിട്ടുണ്ടാവാം. കടയിൽ പോയാൽ ഏത് കടയിലും നിന്ന് കഫൻ തുണിയുണ്ട്, സെറ്റ് വാങ്ങാൻ കിട്ടും. പക്ഷേ അവിടെ അടുത്ത സെറ്റ് എന്നെ കഫൻ ചെയ്യാനായിരിക്കാം, നമുക്കറിയില്ല.
അതാണ് മനുഷ്യന്മാർ നേരം പുലരുന്നു, അവരെങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ കഫൻ തുണികൾ പോലും നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. അവൻ അറിയുന്നില്ല. എത്ര ആരോഗ്യവാന്മാരാണ്, ഒരു അസുഖവുമില്ലാതെ മരണത്തിൽ കീഴടങ്ങിപ്പോയത്. എത്ര രോഗികളാണ് പിന്നെയും ദീർഘമായ കാലം ഇവിടെ കഴിച്ചു കൂട്ടിയത്. മരണത്തിന് പ്രായവ്യത്യാസമില്ല, രോഗം വേണമെന്നില്ല, രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും എല്ലാ മരണം ഏത് സമയത്തും വരാം. രോഗം വരുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കണമെന്ന് മാത്രം, പ്രായമാകുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിക്കണമെന്ന് മാത്രം. അതല്ലാതെ പ്രായമായാലേ മരിക്കൂ എന്നൊന്നും. വാപ്പാക്ക് 70 വയസ്സായിരുന്നു, വല്യപ്പാക്ക് 90 ആയിരുന്നു, കുടുംബത്തിന് പോയി വയസ്സ് അധികമാണ്, അത് നമ്മൾ പെട്ടുപോകേണ്ട കാര്യമില്ല. അവരുടെ പ്രായം അവർക്ക്, നമ്മുടെ പ്രായം നമുക്ക് യാതൊരു ബന്ധവുമില്ല അതുമായിട്ടൊന്നും. ഏതു സമയത്തും മരണം വരാം. എപ്പോഴും എവിടെയാണെങ്കിലും ശരി മരണങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരൻ രക്ഷപ്പെടണം അവിടെ, അതാണ് പ്രധാനം. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടുവെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതഉൽ ഗുറൂർ, ഐഹികമായ ജീവിതം എന്നത് വഞ്ചന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന സൂറത്ത് ആലി ഇംറാനിലെ വചനം സഹോദരങ്ങളെ എപ്പോഴും ഓർമ്മയുണ്ടാവരുത്. അതുകൊണ്ട് വിശ്വാസം ശരിയാക്കുക, കർമ്മങ്ങളെ ശരിയാക്കുക, പരലോകത്തേക്ക് ആവശ്യമായ ഒരുക്കം ലിമാ ബഅദഹു ഇസ്തിഅദാദ എന്നാണല്ലോ. മരണശേഷമുള്ള വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുക, അവനാണ് ബുദ്ധിമാൻ. ഏത് യാത്രക്കും ഒരുങ്ങാറുണ്ട്. യാത്രയുടെ സ്വഭാവം അനുസരിച്ച് ഒരുക്കത്തിലും മാറ്റം ഉണ്ടാവും. പെട്ടെന്ന് പോയി ഒരാളെ യാത്രയാണെങ്കിൽ വലിയ ഒരുക്കമുണ്ടാവില്ല. ദീർഘമായ യാത്രയാണെങ്കിലോ നേരത്തെ ഒരുക്കം ആരംഭിക്കും. കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിലോ എത്രയോ മുമ്പ് അതിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങും. വിദേശ യാത്രയാണെങ്കിൽ പെട്ടെന്നാണ് പോകുന്നില്ല, നേരത്തെ എല്ലാം ഒരുങ്ങി തയ്യാറാക്കി ടിക്കറ്റ് എടുത്ത് ഒരുങ്ങി നമ്മൾ പോയാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തൽക്കാലം പല സംവിധാനം കണ്ടെത്തിയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. തിരിച്ചു വരാത്ത യാത്ര ഇനി വരുന്നില്ല, അവസാനത്തെ യാത്രയാണ്, മടക്കമില്ല, ഇനി വരില്ല. മക്കളുടെ കൂടെ കഴിയാൻ ഇനിയില്ല, ഈ വീട്ടിലേക്ക് ഇനിയില്ല, ഈ പള്ളിയിലേക്ക് ഇനിയില്ല, ഈ ലോകത്തേക്ക് ഇനിയില്ല. ഇത് അവസാനത്തെ യാത്രയാണ് എന്നാണെങ്കിലോ എപ്പാരംഭിക്കണം ഒരുക്കത്തിനനുസരിച്ച് യാത്ര എളുപ്പമായി മാറും. അവിടെ ഒരുങ്ങുക. ഏതു സമയത്തും വിളി വന്നേക്കാം, എപ്പോഴും നമുക്ക് വിളി വന്നേക്കാം. മലക്കുൽ മൗത്ത്, മരണത്തിന്റെ മലക്ക്, ഒരു റൂഹിനെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് എല്ലാ ദിവസവും എല്ലാവരെയും സന്ദർശിക്കുന്നുണ്ട് എന്ന് ഹദീസിൽ സൂചനകൾ കാണാം. എല്ലാ ദിവസവും സന്ദർശിച്ചു പോകുന്നുണ്ട്. അല്ല നിശ്ചയ സമയമായോ പിടിക്കാറായോ എന്ന നിലക്ക് എല്ലാ ദിവസവും എല്ലാരെയും സമീപിക്കുന്നുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ സഹോദരങ്ങളെ എപ്പോഴും ഉണ്ടാവുക. അതിനുവേണ്ടി ആ സ്മരണ നിലർത്തിക്കൊണ്ട് എന്തൊക്കെ ഒരുങ്ങണമോ ആ ഒരുക്കങ്ങൾ നാം നിർവഹിക്കുക, നന്മകളിലേക്ക് മുന്നേറുക, തിന്മയിൽ നിന്ന് മാറിക്കുക. ഒരു പുതിയ വർഷത്തേക്ക് കടക്കുമ്പോൾ അതാവട്ടെ നമുക്കുള്ള തിരിച്ചറിവ്. അതല്ലാതെ അത് ആടി പാടി അങ്ങനെ പാട്ടും കൂത്തുമായി അങ്ങനെ അങ്ങ് കളിച്ച് ആസ്വദിച്ച് ഉല്ലസിച്ച് കളയേണ്ടതല്ല എന്ന തിരിച്ചറിവോടുകൂടി ബുദ്ധിമാനായ വിശ്വാസിയായി ജീവിച്ചു മരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.